News Update. റമദാൻ സ്പെഷ്യൽ പ്രൊമോഷന്റെ ഭാഗമായി ലുലു ഹൈപ്പർ മാർക്കറ്റിൽ റമദാൻ സൂക്ക് ആരംഭിച്ചു. അൽ ഖുറൈൻ ഔട്ട്ലെറ്റിൽ കുവൈറ്റിലെ പ്രധാന ചാരിറ്റി ഗ്രൂപ്പുകളായ ഹ്യൂമാനിറ്റേറിയൻ റിലീഫ് സൊസൈറ്റി, നമ ചാരിറ്റി, അൽ നജാത്ത് ചാരിറ്റി എന്നിവയുടെ പ്രതിനിധികൾ ചേർന്ന് റമദാൻ സൂക്ക് ഉദ്ഘാടനം ചെയ്തു. ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉന്നത മാനേജ്മെന്റ് പ്രതിനിധികളും ഉപഭോക്താക്കളും ചടങ്ങിൽ പങ്കെടുത്തു. പ്രത്യേക ചാരിറ്റി ഗിഫ്റ്റ് കാർഡുകളും ഉദ്ഘാടന ചടങ്ങിൽ പുറത്തിറക്കി. റമദാനിൽ രാജ്യത്തുടനീളമുള്ള നിർധനരായ ആളുകൾക്ക് പ്രതിദിനം 400-ലധികം ഇഫ്താർ കിറ്റുകൾ സൗജന്യമായി വിതരണം ചെയ്യും. നമ ചാരിറ്റിക്ക് പ്രത്യേക ഇഫ്താർ ഭക്ഷണ കിറ്റുകൾ നൽകുമെന്നും ലുലു മാനേജ്മെന്റ് അറിയിച്ചു. റമദാൻ പ്രൊമോഷന്റെ ഭാഗമായി എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻ വിലക്കുറവിൽ ലഭിക്കും. ജോയി ആലുക്കാസ് എക്സ്ചേഞ്ച് ഹവലിയിൽ പുതിയ ബ്രാഞ്ച് തുറന്നു. കുവൈറ്റിലെ 18ാമത്തെ ബ്രാഞ്ചാണ് ജോയി ആലുക്കാസ് എക്സ്ചേഞ്ച് മാനേജിംഗ് ഡയറക്ടർ ആന്റണി ജോസ് ഉദ്ഘാടനം ചെയ്തത്. പണമയക്കൽ, വിനിമയം, മറ്റു സാമ്പത്തിക സേവനങ്ങൾ എന്നിവയിൽ പ്രവാസികളും തദ്ദേശീയരുമായ കൂടുതൽ ആളുകളെ സഹായിക്കാനും സേവനങ്ങൾ വിപുലപ്പെടുത്തുവാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ജനറൽ മാനേജർ അഷ്റഫ് അലി, അസിസ്റ്റന്റ് ജനറൽ മാനേജർ അബ്ദുൽ അസീസ് മാട്ടുവയിൽ, ജോയി ആലുക്കാസ് ജ്വല്ലറി റീജിയണൽ മാനേജർ വിനോദ് കുമാർ, എക്സ്ചേഞ്ച് ബ്രാഞ്ച് മാനേജർമാർ, മാർക്കറ്റിംഗ്, ഹെഡ് ഓഫീസ് സ്റ്റാഫ് എന്നിവർ പങ്കെടുത്തു. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഫോക്ക് വനിതാവേദി സെമിനാർ സംഘടിപ്പിച്ചു. ലഹരിയും യുവത്വവും എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന സെമിനാറിൽ ചെയർപേഴ്സൺ സജിത മഹേഷ് അധ്യക്ഷത വഹിച്ചു. ഫോക്ക് പ്രസിഡന്റ് സേവ്യർ ആന്റണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി വിജയകുമാർ എൻ കെ, ട്രഷറർ സാബു ടി വി തുടങ്ങിയവർ സംസാരിച്ചു. സെന്റർ ഫോർ മെന്റൽ ഹെൽത്ത് ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർ ഷീജ വിനോദ് സെമിനാറിൽ ക്ലാസ് എടുത്തു. ജനറൽ കൺവീനർ കവിത പ്രണീഷ് സ്വാഗതവും ജോയിന്റ് ട്രഷറർ ശില്പ വിപിൻ നന്ദിയും പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ പ്രവാസി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. ടെക്സാസിന്റെ 15ാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നടത്തുന്ന പനോരമ 2023 എന്ന ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിന്റെ പോസ്റ്റർ പ്രസിഡന്റ് ജിയാഷ് അബ്ദുൽ കരീം കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിന് കൈമാറി പ്രകാശനം നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി ബിജു സ്റ്റീഫൻ, രക്ഷാധികാരി അരുൺ രാജഗോപാൽ, ജനറൽ കൺവീനർ സുമേഷ് സുധാകരൻ, ട്രഷറർ അനിരുദ്ധൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ICSK അമൻ ബ്രാഞ്ച് കിൻഡർ ഗാർഡൻ ഗ്രാജുവേഷൻ ഡേ ആഘോഷിച്ചു. KG ക്ലാസ് പഠനം കഴിഞ്ഞ 200-ൽ പരം കുട്ടികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി അഞ്ജിത മുഖ്യാതിഥിയായെത്തി പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും വിദ്യാർത്ഥികൾക്ക് ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിന്റെ വിതരണവും നടത്തി. പ്രിൻസിപ്പൽ രാജേഷ് നായർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ മേരി ഐസക്, KG കോർഡിനേറ്റർ ഡോക്ടർ ജയാദേവി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുവൈറ്റിലെത്തിയ ഫാദർ ഡേവിസ് ചിറമേലിനെ തിരുവല്ല പ്രവാസി അസോസിയേഷൻ ആദരിച്ചു. പ്രസിഡന്റ് രജി കോരുത്തിന്റെ അധ്യക്ഷതയിൽ കൂടിയ ചടങ്ങിൽ രക്ഷാധികാരി KS വർഗീസ് ഫാദറിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ജനറൽ സെക്രട്ടറി ജെയിംസ് വി കൊട്ടാരം, റോണി വർഗീസ്, ട്രഷറർ റൈജു അരീക്കര, PRO ഷിജു ആലപ്പാട് എന്നിവർ പ്രസംഗിച്ചു. വോയിസ് കുവൈറ്റ് പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ആക്ടിംഗ് പ്രസിഡന്റ് പ്രമോദ് കക്കോത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഷനിൽ വേങ്ങളത്തിന്റെ പ്രസിഡന്റായും KV രാധാകൃഷ്ണനെ ജനറൽ സെക്രട്ടറിയായും ട്രഷററായി K ഗോപിനാഥനെയും തെരഞ്ഞെടുത്തു. PG ബിനു ചെയർമാനായും പ്രമോദ് കക്കോത്ത് വൈസ് പ്രസിഡന്റായും സബീഷ് കൃഷ്ണൻകുട്ടി, ബിപിൻ K ബാബു എന്നിവർ സെക്രട്ടറിമാരായും ചുമതലയേറ്റു. മറ്റ് വിവിധ വിഭാഗങ്ങളിലേക്കുള്ള ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. K ബിപിൻ ദാസ് സ്വാഗതവും KV രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ജോയി ആലുക്കാസ് എക്സ്ചേഞ്ച് GCC നഴ്സസ് ദിനം ആചരിച്ചു. ഹല മെഡിക്കൽ സെന്ററിൽ നടന്ന ചടങ്ങിൽ എക്സ്ചേഞ്ച് ജനറൽ മാനേജർ അഷ്റഫ് അലി, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ വിനീഷ് വേലായുധൻ, ഹല ഗ്രൂപ്പ് ചെയർമാൻ രാഹുൽ രഞ്ജൻ, ഡോക്ടർ മാത്യു കശി, സജിൻ ബാബു എന്നിവർ പങ്കെടുത്തു. ആഘോഷത്തിന്റെ ഭാഗമായി മധുര വിതരണവും നടന്നു. തൃശൂർ അസോസിയേഷൻ ഓഫ് കുവൈറ്റ് പിക്നിക് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ആൻഡോ പാണങ്ങേടൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഹരികുളങ്ങര സ്വാഗതം പറഞ്ഞു. വൈവിധ്യമാർന്ന കായിക വിനോദങ്ങളും അംഗങ്ങൾ പാകം ചെയ്ത ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തിയുള്ള സ്റ്റോളും സജ്ജീകരിച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് രജീഷ് ചിന്നൻ, ജോയിന്റ് സെക്രട്ടറിമാരായ GH വിനോദ്, നിതിൻ, ജോയിന്റ് ട്രഷറർ വിനീത്, വനിതാവേദി ജനറൽ കൺവീനർ ഷെറിൻ ബിജു, സെക്രട്ടറി പ്രീന സുദർശൻ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കുട്ടികളുടെ കൂട്ടായ്മ കളിക്കളത്തിന്റെ ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു. ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി ബിനോയ് ചന്ദ്രനെയും ജനറൽ സെക്രട്ടറിയായി സിറിൽ ജോൺ അലക്സ് ചമ്പക്കുളത്തെയും ട്രഷററായി കുര്യൻ തോമസ് പൈനുമൂട്ടിലിനെയും തെരഞ്ഞെടുത്തു. വിവിധ വിഭാഗങ്ങളിലേക്കുള്ള ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. വനിതാ ചെയർപേഴ്സണായി ഷനാൻ ഷാനും ജനറൽ സെക്രട്ടറിയായി സുചിത്ര സജിയും ട്രഷററായി ജിത മനോജും മറ്റ് വിവിധ വിഭാഗങ്ങളിലേക്കുള്ള ഭാരവാഹികളെയും യോഗത്തിൽ തെരഞ്ഞെടുത്തു. കുവൈറ്റ് കൊല്ലം ഫ്രണ്ട്സ് ഗ്രൂപ്പ് കുടുംബസംഗമം സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ഷാലു തോമസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജിനു KV സ്വാഗതം ആശംസിച്ചു. ഫാദർ ഡേവിസ് ചിറമേൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. രക്ഷാധികാരി ആനന്ദ് രാജ് സംഘടനാ പ്രവർത്തനങ്ങൾ വിവരിച്ചു. ഷാലു തോമസിനെയും ബിന്ദു RSനെയും സദസ്സിൽ അനുമോദിക്കുകയും ഷാനവാസ് ബഷീർ, ബിനോയ് ചന്ദ്രൻ, രാജൻ തോട്ടത്തിൽ തുടങ്ങിയവർ ആശംസകളും അറിയിച്ചു. ട്രഷറർ ഇട്ടിച്ചൻ ആന്റണി നന്ദി അറിയിച്ചു. സംസ്കൃത ഭാരതി കുവൈറ്റ് സംസ്കൃതോത്സവം സംഘടിപ്പിച്ചു.
സംസ്കൃത ഭാഷയുടെ പ്രചരണാർത്ഥം സംസ്കൃത ഭാരതി കുവൈറ്റിൽ സംഘടിപ്പിച്ചു വരുന്ന സംസ്കൃതോത്സവം വിപുലമായ പരിപാടികളോടെയാണ് അരങ്ങേറിയത്. ബാലകേന്ദ്രം കുട്ടികളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച ചടങ്ങിൽ സേവാദർശൻ പ്രസിഡന്റ് പ്രവീൺ വാസുദേവ്, വൈസ് പ്രസിഡന്റ് സുബ്ബരാമൻ, അമ്മ കുവൈറ്റ് സ്കിൽ ഡെവലപ്മെന്റ് കോർഡിനേറ്റർ ശ്രീകൃഷ്ണൻ, സമർപ്പൺ കുവൈറ്റ് ജനറൽ സെക്രട്ടറി സിദ്ധാർത്ഥ് മോത്ത്, കന്നഡക്കൂട്ടം അംഗം കെ ചിന്മയ, ഷുവൈറ്റ് ഇൻഡസ്ട്രീസ് പുനിത് രാജഗോർ, സംസ്കൃത ഭാരതി കാര്യദർശി സുധീർ KP എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സംസ്കൃത ഭാരതി നടത്തി വന്നിരുന്ന വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള ട്രോഫിയും സർട്ടിഫിക്കറ്റിന്റെ വിതരണവും നടന്നു. സംസ്കൃത ഭാഷയുടെ ശ്രേഷ്ഠത വിളിച്ചോതുന്ന തരത്തിലുള്ള വിവിധങ്ങളായ കലാപരിപാടികളാണ് സംസ്കൃത ഭാരതി അംഗങ്ങളും ബാലകേന്ദ്രം കുട്ടികളും ചേർന്ന് അണിയിച്ചൊരുക്കിയത്. സുഭാഷിതം, അഭിനയഗീതം, കഥാകഥനം, ഗണഗീതം, നൃത്തം എന്നിവ അരങ്ങേറിയ വേദിയിൽ ബാലകേന്ദ്രം കുട്ടികൾ അവതരിപ്പിച്ച രാമസ്യ കൗശലം എന്ന നാടകവും മുതിർന്ന അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടന്ന ന്യായനിർണയ എന്ന നാടകവും ശ്രദ്ധിക്കപ്പെട്ടു. इति आदरेण पूजयन्ति स्म, किन्तु अधुना एते मानवाः मामेव साक्षिपीठिकायां स्थातुम् आहूतवन्तः. प्रकृतिमानवसङ्गतं सङ्गतं खलु शाश्वतं, सङ्गतं खलु शाश्वतं, शाश्वतं शाश्वतं प्रकृतिमानवसङ्गतं. പൂർണ്ണമായും സംസ്കൃത ഭാഷയിൽ അവതരിപ്പിക്കപ്പെട്ട പരിപാടിയിൽ സംസ്കൃത ഭാഷയുടെ മഹത്വം ഉയർത്തിക്കാട്ടുന്ന വിവിധങ്ങളായ പരിപാടികളാണ് നടന്നത്. ജയതു ജയതു സംസ്കൃതം, ജയതു ജയതു ഭാരതം. ലോക പ്രശസ്ത സരോദ് വിദ്വാൻ ഉസ്താദ് അംജദ് അലിഖാന്റെ സംഗീത വിരുന്ന് കുവൈറ്റിൽ അരങ്ങേറി. ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തിൽ ഇന്ത്യൻ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കൗൺസിലാണ് സംഗീത പരിപാടി സംഘടിപ്പിച്ചത്. IBPC is focused to inspire more cross collaboration between Kuwait and India, between cultures and businesses. മിഷ്റഫ് ഗസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം നിലവിളക്ക് തെളിയിച്ച് കുവൈറ്റ് ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർ സോയിക നിർവഹിച്ചു. ഇന്ത്യൻ സംസ്കാരത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഉസ്താദ് അംജദ് അലിഖാൻ വഹിക്കുന്ന പങ്ക് വിസ്മരിക്കാനാവില്ലെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ സ്ഥാനപതി ചൂണ്ടിക്കാട്ടി. Amjad Ali Khan has been a really pioneer in taking the Indian culture and heritage abroad. Among his many accolades, he has won the prestigious Padma Vibhushan, which is the second highest civilian award conferred by Government of India on him. ചെയർമാൻ ഗുർവിന്ദർ സിംഗ് ലാംബ, വൈസ് ചെയർമാൻ കൈസർ ടി ഷാക്കിർ, സെക്രട്ടറി സോളി മാത്യു, ജോയിന്റ് സെക്രട്ടറി സുരേഷ് KP, ട്രഷറർ സുനിത് അറോറ എന്നിവർ പങ്കെടുത്തു. ഉസ്താദ് അംജദ് അലിഖാനും അദ്ദേഹത്തിന്റെ മക്കളായ അമൻ അലിഖാൻ ബംഗാഷ്, അയാൻ അലിഖാൻ ബംഗാഷ്, അനുബ്രത ചാറ്റർജി തുടങ്ങിയവർ ചേർന്നാണ് സംഗീത പരിപാടി അവതരിപ്പിച്ചത്. 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന പരിപാടിയിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 30-ലധികം സ്ഥാനപതിമാർ, നയതന്ത്രജ്ഞർ, വ്യാപാര വ്യവസായ രംഗത്തെയും സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പേർ പങ്കെടുത്തു. ഇന്ത്യ കുവൈറ്റ് സാംസ്കാരിക ബിസിനസ് ബന്ധത്തിന്റെ വളർച്ചയുടെ ഭാഗമായി ഇന്ത്യൻ എംബസിയുമായി ചേർന്നാണ് ഇന്ത്യൻ ബിസിനസ് പ്രൊഫഷണൽ കൗൺസിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്.
ഇന്ത്യ കുവൈറ്റ് സാംസ്കാരിക ബന്ധം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കുവൈറ്റിലെ ഇന്ത്യൻ എംബസിയുടെ സഹകരണത്തോടെ IBPC സംഘടിപ്പിച്ച സരോദ് ട്രിയോ കൺസേർട്ട് എന്ന ഇന്ത്യൻ ശാസ്ത്രീയ സംഗീത പരിപാടി കുവൈറ്റ് ഇന്ത്യൻ സമൂഹത്തിന് വേറിട്ട അനുഭവമായി.